I'm a pig. This is my little brother George. This is my pig. And this teddy bear. ഗുഡ് മോർണിംഗ്. Good morning. ഗുഡ് മോർണിംഗ്. Good morning. എന്തുണ്ട്? ഇന്നെന്താ ദിവസം? സൺഡേ. Sunday. സൺഡേ. Sunday. ഇന്നലെ എവിടെ ആയിരുന്നു രാത്രി? പാർട്ടി ആയിരുന്നോ? പാർട്ടി. എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയൂ. Good morning. ഗുഡ് മോർണിംഗ്. ഹലോ വെൽക്കം ടു മൈ ചാനൽ ദി എഡിറ്റ്. ഇന്ന് ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, എത്രത്തോളം വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ച് മുന്നേ എഴുന്നേറ്റു. ഇന്ന് ഇവിടെ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഒരു സ്പോർട്സ് കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോയിട്ടുണ്ട്. മോൻ ട്യൂഷന് പോയിരിക്കുകയാണ്. അവന് കന്നഡ എക്സാമാണ് മൺഡേ, നാളെ. അപ്പോൾ അവൻ ട്യൂഷന് പോയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഇപ്പോൾ പോയതേ ഉള്ളൂ. അവൻ പോയപ്പോഴത്തേക്കും ഇതാ എൻ്റെ മഹതി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടന്നോടത്തുനിന്ന് ഇങ്ങനെ വിളിക്കും, അമ്മ വാ അമ്മ, ഇങ്ങോട്ട് വാ അമ്മ എന്ന് പറഞ്ഞോണ്ട്. ഇന്നിപ്പം എന്താണ് പരിപാടി? വളരെ ലേസി ആയിട്ടുള്ള ഒരു സൺഡേ ആണ്. ഇന്നിപ്പോൾ വലിയ പ്ലാൻസ് ഒന്നും ഇല്ലാത്തൊരു സൺഡേ ആണ് നമ്മളെ, അല്ലേ? നമുക്ക് വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ വീക്കെൻഡ് നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈ വീക്കെൻഡ് ഇപ്പം സാറ്റർഡേ കഴിഞ്ഞു. ഇന്നിപ്പോൾ സൺഡേ ഇന്ന് വലിയ പ്ലാൻസ് ഒന്നുമില്ല. നാളെ യൂഷ്വലി തന്നെ സൺഡേസ് പ്ലാൻസ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ. കാരണം മൺഡേ ജോലിക്ക് പോകണമല്ലോ. അപ്പോൾ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യുകയാണെങ്കിലും തന്നെ മൺഡേ ജോലി ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര മടിയാണ് സൺഡേ വലിയ പ്ലാൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ വീൽ സീ ഹൗ ദ ഡേ ഗോസ്. ഇന്നലെ രാത്രി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഡിന്നറിനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും കുറേ കാലത്തിന് ശേഷം ഞാൻ കണ്ടു. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് അങ്ങനെ വലുതായിട്ട് പരിപാടികളൊന്നുമില്ല. പക്ഷേ ഒന്ന് ക്ലീനപ്പ് ചെയ്യണം. വീട് മൊത്തം ഇച്ചിരി അലമ്പായിട്ട് കിടക്കുക. വീട് മൊത്തമല്ല, ആക്ച്വലി ഈ റൂം ഞാൻ ജോലി ചെയ്യണ റൂമാണിത്. ഞങ്ങൾ കിടക്കണ റൂമിലാണ് ഞാൻ ജോലി ചെയ്യണത്. അപ്പോൾ ഇവിടെ കുറച്ച് അലമ്പായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾ ഓഫ് ദി തിങ്സ്. ഇനി നമുക്ക് പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് വി വിൽ ഗോ ഈറ്റ്. അമ്മ മുട്ട ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട ബ്രെഡ് ഇവിടെ ഒരു ഫേവറേറ്റ് ആണ്. ഇവക്ക് അങ്ങനെ ഇതൊന്നുമില്ല. മാളുവിന് എന്താ ഇഷ്ടം? മാളുവിന് ഇടിയപ്പം ഇഷ്ടമല്ലേ? ഇടിയപ്പം ഇഷ്ടമാണ്. ഇടിയപ്പം ഞാൻ ഇവിടെ അധികം ഉണ്ടാക്കാത്തൊരു സാധനമാണ്. പക്ഷേ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി. അപ്പോൾ ഇടിയപ്പം. പിന്നെന്താ, വാട്ട് എൽസ് ഡു യു ലൈക്ക്? ചോറ് ഇഷ്ടമാണ്. ശരിയാണ്. മീൻകറി ഇഷ്ടമാണ്. പിന്നെ കള്ളം പറയാതെ, ദോശ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ദോശ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ഇവർക്ക് ഇഷ്ടമുള്ള. എൻ്റെ മോനാണെങ്കിൽ ബ്രെഡും അതിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മുട്ട ബ്രെഡ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാളുവിന് പിന്നെ മുട്ട ബോയിൽഡ് എഗ് അല്ലേ ഇഷ്ടം? പക്ഷെ അതിൽ മഞ്ഞ കഴിക്കത്തില്ല. മുട്ട ബ്രെഡ് ഇഷ്ടമാണോ? മുട്ട ബ്രെഡ് ഇഷ്ടമല്ലേ? കളി. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളു വീട്ടിൽ. മെല്ലെ നമ്മുടെ ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. അപ്പം ആദ്യത്തെ പണി ഇവിടെ ഒന്ന് ശരിയാക്കുക എന്നുള്ളതാണ്. ഈ റൂം ഒന്ന് ശരിയാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം കണ്ടാൽ നിങ്ങൾക്ക് ആക്ച്വലി ആരും മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ എൻ്റെ ഈ ബെഡ് സൈഡ് ടേബിളിലൊക്കെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കണം. നമ്മൾ
ത്രൂ ഔട്ട് ദ വീക്ക് നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ എത്ര നീറ്റായിട്ട് വെക്കണം എന്ന് വിചാരിച്ചാലും അത് ചെയ്താലും ത്രൂ ഔട്ട് ദ വീക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യണതിൻ്റെ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ഓരോ ഇതും മാറും. വീടിൻ്റെ വൃത്തിയുടെ അവസ്ഥയും ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില സമയത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും, എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയത്ത് ഇറ്റ് ജസ്റ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക എല്ലാ വീക്കും ഒരുപോലെ ആയിരിക്കണം എന്നുമില്ലല്ലോ. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും കംപ്ലീറ്റ്ലി 9 to 5 ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ, ഓരോ വീക്കും ഓരോ പോലെയാണ്. ബേസ്ഡ് ഓൺ ദ വർക്ക് ദാറ്റ് യു ഹാവ് ഒക്കെ കാരണം ഓരോ വർക്കും ഓരോ പോലെയാണല്ലോ. അതുകൊണ്ട് എന്താ പറയുക വീടിൻ്റെ അവസ്ഥ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് പണ്ട് ആദ്യമൊക്കെ യൂട്യൂബ് വന്നിരുന്ന സമയത്ത്, ഞാൻ MA പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു ഈ യൂട്യൂബ് ഇത്രയും ഇങ്ങനെ ഒരു പേഴ്സണൽ ഡയറി ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയതും അവരുടെ വീഡിയോസ് ഇടാൻ. അപ്പം ആ സമയത്തൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള വീഡിയോസ് ആയിരുന്നു വാട്ട് ഈസ് ഇൻ മൈ ബാഗ്, അല്ലെങ്കിൽ എന്താ പറയുക മേക്കപ്പ് ട്യൂട്ടോറിയൽസും ഒക്കെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ആൾക്കാർ വ്ളോഗ്സൊക്കെ എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു കാലം വന്നപ്പം ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കെയിം വെരി ഓവർ പ്രൊഡ്യൂസ്ഡ്. കുറേ പേര് ഇങ്ങനെ എന്താ പറയുക സിനിമാറ്റിക് ആയിട്ടൊക്കെയാണ് വ്ളോഗ്സ് എടുക്കുന്നത്. അതൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ വ്ളോഗ്സും അതൊന്നും എടുക്കാനുള്ളൊരു താല്പര്യം തന്നെ ഇല്ലാണ്ടാവാനുള്ളൊരു കാരണമായിരുന്നു അത്. ബിക്കോസ് ഇറ്റ് കൈൻഡ് ഓഫ് ഫെൽറ്റ് ലൈക്ക് മൈ ലൈഫ് വാസ് നോട്ട് ഹാപ്പനിങ് ഇനഫ്. ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ ഷൂട്ട് ചെയ്യാനായിട്ട് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ഷൂട്ട്. എനിക്ക് തോന്നി ഇതിൻ്റെയൊക്കെ കാര്യം എന്താ, ഇതൊക്കെ ആരാ കാണുക, എന്തിനാണ് ഞാൻ വ്ളോഗ് ചെയ്യണതെന്ന്. പക്ഷേ ഞാനൊക്കെ എപ്പോഴും എനിക്ക് എപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നത്, കാണാൻ ഇഷ്ടമുണ്ടായിരുന്നതും ഒക്കെ എന്താ പറയുക അത്ര ഓവർലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള വ്ളോഗ്സ് ഒന്നുമല്ല. എനിക്ക് കാണാൻ എപ്പോഴും ഇഷ്ടമുണ്ടായിരുന്നത് കുറേ കൂടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരും. കാരണം അതിനകത്ത് ചില ടിപ്സൊക്കെ ഷെയർ ചെയ്യുമല്ലോ ഇങ്ങനെ, അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത്. എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഉണ്ടല്ലോ, ഈ സാധാരണ ജീവിതം കാണിക്കുന്ന വ്ളോഗ്സും ഇതും അതൊക്കെ കാണുമ്പോഴാണ് ഓക്കെ നമ്മുടെയും ഒക്കെ ലൈഫിൽ നടക്കുന്ന കാര്യം നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോണ്ടൻ്റ് ആയിട്ട് തോന്നുമല്ലോ. ഞാൻ പക്ഷേ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അവരുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും ജീവിതം ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല, അതുകൊണ്ട് നമുക്ക് വ്ളോഗ് വർത്തി ആയിട്ടൊന്നുമില്ല എന്ന് തോന്നിയിട്ട് പിന്നെ നമ്മളധികം വ്ളോഗൊന്നും ചെയ്യാതെ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. കാരണം ഇപ്പം ഞാൻ പറയാമല്ലോ, ഒരു ടിപ്പിക്കൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എന്താ നടക്കണത്, രാവിലെ പിള്ളേർ സ്കൂളിലേക്ക് പോവും, പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് കയറും. അതും ജോലിക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയാണ് ചെയ്യണത്. അപ്പം എൻ്റെ ജോലി ചെയ്യണതും ഒക്കെ ഈ മുറിക്കകത്ത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കയറും, നമ്മൾ ജോലി ചെയ്യും. പിന്നെ ജോലി എന്നുള്ളത് ഒരു 8-9 മണിക്കൂറുള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നു, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യുന്നു, കഴിക്കുന്നു, പിള്ളേരുടെ കാര്യങ്ങൾ ഇതെല്ലാം കൂടെ നടക്കുന്നു എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഹൗ എ ടിപ്പിക്കൽ വീക്ക് ലുക്സ് ലൈക്ക്. എവറി വീക്ക് എവറി ഡേ ദിസ് ഈസ് വാട്ട് വി ഡു. പിന്നെ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു കുക്കിനെ വെച്ചിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലീൻ ചെയ്യാനും ഇവിടെ മെയ്ഡും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തേനൊക്കെ ഐ എം താങ്ക്ഫുൾ ഇനഫ് ടു ബി ഏബിൾ ടു അഫോർഡ് ഓൾ ഓഫ് ദാറ്റ്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ജോലി കാരണം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ ഇതൊക്കെ കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ വാട്ട് ഡു ദേ ഹാവ് ടു ടേക്ക് ഫ്രം ദിസ്. പിന്നെ മാത്രമല്ല ഒരു എഡ്യൂക്കേഷണൽ കോണ്ടൻറ്റ് എന്താണ്, വാട്ട് ഈസ് ദ വാല്യൂ ദാറ്റ് ഐ എം ആഡിങ് എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ല, എഡ്യൂക്കേഷണൽ വാല്യൂ ഇല്ല എന്ന് ഞാൻ പറയില്ല. ഐ എം ട്രൈങ് ടു കണക്ട് വിത്ത് എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഹൂ റിലേറ്റ് ടു ദിസ് കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇതിലാണ് ആദ്യം തുടങ്ങിയത്. പക്ഷേ ദെൻ വി കൈൻഡ് ഓഫ് എനിക്ക് പിന്നെ തോന്നി തുടങ്ങി അങ്ങനെ പീപ്പിൾ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് എന്നൊക്കെ തോന്നിയിട്ടാണ് പിന്നെ നമ്മളതങ്ങനെ ചെയ്യണത് നിർത്തിയത്. ഇപ്പോൾ പക്ഷേ ഈ ഒരു വർഷം എനിക്ക് വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ളൊരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്.
സോ ഐ ഫീൽ ലൈക്ക് ഐ നീഡ് ടു ഡു ഇറ്റ്, ഐ നീഡ് ടു ഗിവ് ദിസ് വൺ മോർ ചാൻസ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് വീണ്ടും ഇപ്പം എൻ്റെ ഈ ചാനലൊക്കെ പൊടി തട്ടി എടുത്തിട്ട് ഇത് ചെയ്യാൻ പോയത്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, I don't want to make my life interesting so that it is YouTube worthy, so that it is vlog worthy, because I'm very happy with the way things are. There are times when you will feel low, there are times when you will feel high. That is given in life. അത് ആർക്കാണെങ്കിലും അതിലൂടെ അവർ കടന്നു പോകും. ഈ ഹൈസ് ആൻഡ് ലോസ് വരുമ്പം ഇറ്റ്സ് ലൈക്ക് ഓക്കെ, ഹൈസ് വരുമ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നു, വളരെ സംഭവബഹുലമായിട്ടുള്ള ജീവിതം നടക്കുന്നു. ലോസ് എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ള നിങ്ങളുടെ എവറി ഡേ റുട്ടീനും അതും ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതും. അപ്പോൾ ദർ ആർ ടൈംസ് വെൻ യു വിൽ ഫീൽ ലൈക്ക് ഓക്കെ, ഐ വിഷ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒക്കെ കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ഒരു ഫേസ് ഉണ്ട്. ഞാനില്ല എന്നൊന്നും പറയില്ല, അങ്ങനെയൊക്കെ എനിക്കും എപ്പോഴും തോന്നാറുള്ളതാണ്. പക്ഷേ ദിസ് ഈസ് മൈ ലൈഫ്. I live in Bangalore. I'm a working mom. I have 2 children and ഇതാണ് എൻ്റെ ജീവിതം. അപ്പം ഇതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഷെയർ ചെയ്യണ വീടാണ്. ഞങ്ങളുടെ 2 പിള്ളേരുണ്ട്. ചില സമയത്ത് ഞങ്ങളുടെ പേരൻസ് ഇവിടെ വരും. അങ്ങനെ അതൊക്കെ ഉള്ളൂ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ കോണ്ടൻറ്റ് കാണാൻ എത്ര പേരുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വൺ തിങ് ദാറ്റ് ഐ ഹാവ് റിയലൈസ്ഡ് ഇസ് ദാറ്റ് ഐ ലൈക്ക് ഗോയിങ് ബാക്ക് ആൻഡ് സീയിങ് മൈ ഓൾഡർ വീഡിയോസ്, ബിക്കോസ് ഇറ്റ് കൈൻഡ് ഓഫ് ഷോസ് മീ ഞാൻ എന്തായിരുന്നു ആ സമയത്ത്, എൻ്റെ ഒരു മെൻറ്റൽ സ്പേസ് എന്തായിരുന്നു, എസ്പെഷ്യലി as someone who struggles with their mental health and who struggles with a lot of self-doubt. I am somebody who struggles with immense I wouldn't say self-doubt, പക്ഷേ imposter syndrome എന്ന് പറയുന്നൊരു സാധനമുണ്ട്, where you feel like എന്താ പറയുക, യു ആർ നോട്ട് ഗുഡ് ഇനഫ്. ആൾക്കാരൊക്കെ പറയുന്നത് പോലെയോ വിചാരിക്കുന്നത് പോലെയോ നിങ്ങൾ അത്രയും യു ആർ നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ് എന്നുള്ളൊരു ഫീലിംഗ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ കോൺസ്റ്റൻ്റ്ലി സ്ട്രഗിൾ വിത്ത് ഇൻ ഓൾമോസ്റ്റ് എവറി ഏരിയാസ് ഓഫ് മൈ ലൈഫ്. എൻ്റെ വർക്കിൽ ഐ ഡോണ്ട്, താങ്ക്ഫുള്ളി എൻ്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് അത്രയും അങ്ങനത്തെ ഒരു സ്ട്രഗിൾ എനിക്കില്ല. പക്ഷേ in every other role that I play, I have this feeling. As a wife, I constantly feel this. As a mother, I'm constantly struggling with guilt and anxiety, especially ഇപ്പോഴത്തെ കാലത്ത്, because you get so much of information. So you want to be so careful, and നിങ്ങളുടെ parenting ജേർണിയിലാണെങ്കിലും you have to be so careful. അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം there are so many things that I struggle with on a daily basis. So എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പം എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഓക്കെ, വേർ ഐ വാസ് അറ്റ് ദാറ്റ് പോയിൻറ്റ് മെൻ്റലി, ആൻഡ് അവിടുന്ന് ഞാൻ എവിടെ എത്തിയിട്ടുണ്ട്. ഇറ്റ് മൈറ്റ് ബി പോസിറ്റീവ്, ഇറ്റ് മൈറ്റ് ബി നെഗറ്റീവ്, പക്ഷേ അറ്റ് സം സ്പേസ് ഇറ്റ് ഷോസ് മൈ ജേർണി ഫ്രം ദാറ്റ് പേഴ്സൺ ടു ദിസ് പേഴ്സൺ ദറ്റ് ഐ ആം ടുഡേ അല്ലേ. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് വർത്ത് ഡോക്യുമെൻറ്റിങ്. It is something that I like looking back to, and I hope that I will find a community of people who will also relate to this kind of content. ഇങ്ങനത്തെ കോണ്ടൻറ്റ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദിസ് ഈസ് റിയൽ ലൈഫ് അല്ലേ. യുവർ ലൈഫ് ഈസ് നോട്ട് റിയലി അബൌട്ട് എപ്പോഴും എന്താ പറയുക, ഷോപ്പിംഗ് ഹാൾസും എപ്പോഴും ഫോറിൻ ട്രിപ്സും എന്താ പറയുക, എക്സ്ട്രാ ഡൈനിങ് എക്സ്പീരിയൻസസും അതല്ലല്ലോ ജീവിതം. ഇതാണ് നമ്മുടെ ജീവിതം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ദിസ് കൈൻഡ് ഓഫ് കോണ്ടൻറ്റ്. ഐ ഫീൽ ലൈക്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ വോണ്ട് ദിസ് ഒത്തൻറ്റിസിറ്റി. നമ്മൾ എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സ് സജസ്റ്റ് ചെയ്തിരുന്ന പ്രോഡക്ട്സൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്? അറ്റ്ലീസ്റ്റ് ഇൻ മൈ കേസ് ഐ കൻ ടെൽ യു ദറ്റ് ഞാനൊക്കെ യൂട്യൂബേഴ്സ് സജസ്റ്റ് ചെയ്തിരുന്ന കോണ്ടൻറ്റ് അല്ലെങ്കിൽ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നതിന് കാരണം ഇസ് ദാറ്റ് ഇറ്റ്സ് ദ ഹോപ്പ് ദറ്റ് ദെയർ റിവ്യൂസ് ആർ ജെന്യുവിൻ അല്ലേ. അവർ നമ്മളെ പോലത്തെ ഒരാൾ അത് യൂസ് ചെയ്തു, അവർക്കത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, അല്ലെങ്കിൽ അവർക്കത് ഇറ്റ് വർക്ക്ഡ് ഫോർ ദെം. അപ്പം നമുക്ക് തോന്നുന്നു ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഇത് എനിക്കും വർക്ക് ആവും എന്ന് നമുക്ക് തോന്നി നമ്മൾ അങ്ങനത്തെ ആ പ്രോഡക്ട്സ് പോയി വാങ്ങിക്കുന്നു. ആസ് ഒപ്പോസ് ടു സീയിങ് സംതിങ് ഇൻ ആൻ അഡ്വർടൈസ്മെൻറ്റ് വെയർ a celebrity
സോ ഐശ്വര്യ റായ് വന്നിട്ട് ലക്സിൻ്റെ സോപ്പ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി വി ആർ നോട്ട് ഗോയിങ് ടു ബിലീവ് ഇറ്റ്. വി ഹവ് റീച്ച്ഡ് എ പോയിന്റ് വി ഹാവ് എനഫ് ഇൻഫർമേഷൻ ടു നോ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇവരിപ്പോൾ പെപ്സിയുടെയും കൊക്കക്കോളയുടെയൊക്കെ ആഡ്, ഐ എം സമൺ ഹു ലവ്സ് പെപ്സി ആൻഡ് കോക്ക് ആൻഡ് ഓൾ ദാറ്റ്, പക്ഷേ ഇവരൊക്കെ അത് കുടിക്കാറുണ്ട് എന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ വന്ന് കാണിക്കുമ്പോൾ നമ്മളതിന് അത്രയ്ക്ക് ബിലീവ് ചെയ്യണില്ലല്ലോ. ഈ എവ്രിതിങ് പോൺസിൻ്റെ ആണെങ്കിലും ലാക്മേയുടെ ആണെങ്കിലും ഒക്കെ ഈ വലിയ വലിയ സെലിബ്രിറ്റീസ് വന്നിട്ട് ഇത് ചെയ്യുമ്പം നമുക്കറിയാം അവർ അതൊന്നും അല്ല യൂസ് ചെയ്യണത് എന്നുള്ളതും അവർ പൈസ കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവർ വന്നിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ ഒരു സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തിട്ട് ഇത് പറയണത് എന്നുള്ളതും നമുക്കറിയാം. അപ്പം ദ ഹോൾ പോയിന്റ് ഓഫ് ദാറ്റ് trusting YouTubers and their reviews were because they seemed like people that we could relate to. നമ്മളെ പോലെ തന്നെ ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന സാധനങ്ങൾക്ക് കുറച്ചും കൂടെ ജെനുവിനായിട്ട് ഉണ്ടാവും എന്ന് നമുക്ക് തോന്നിയത് ഉള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ആൾക്കാർ അവരുടെ റിവ്യൂസിനെ ബേസ് ചെയ്തിട്ട് സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങിയത്. പക്ഷേ സംവെയർ ഡൗൺ ദ ലൈൻ ഐ ഫീൽ ലൈക്ക് that got lost. They also became like celebrities. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ വന്നതിൽ ശേഷം ദേ നോ ലോങ്കർ വർ ദ കോമൺ മാൻ, അല്ലേ? നമ്മളെ പോലെ തന്നെ എന്നെയും നിങ്ങളെയും പോലെ തന്നെ ആൾക്കാരല്ലാണ്ട് അവരും ഇതുപോലെ പൈസ കിട്ടുന്നത് അനുസരിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയുക, പ്രോഡക്ട്സിൻ്റെ റിവ്യൂ പറയുക, അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഡീൽ ദെയിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ തന്നെ ഇത് പിന്നെ അവർ തന്നെ പ്രോഡക്ട്സ് റിലീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തന്നെ ഒക്കെ ഇറ്റ് കൈൻഡ് ഓഫ് ബിക്കെയിം വെരി സിമിലർ ടു വാട്ട് സെലിബ്രിറ്റീസ് ഡു. Influencers also became celebrities. In fact, they became more popular than celebrities too. As like marketing in a vendetta, they became more popular than celebrities and more sought out than celebrities. പക്ഷേ എനിക്ക് തോന്നുന്നു at this point today, people have also started seeing through this. I mean, you no longer trust a YouTuber with their product review. I no longer trust a YouTuber with their product reviews as such. Because ഇന്ന് പറയുന്ന ഒരു സിറമായിരിക്കും, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അവർ പറയും ഈ സിറം കാരണമാണ് എൻ്റെ സ്കിന്ന് ക്ലിയർ ആയത്. 3 ആഴ്ച കഴിയുമ്പോൾ അവർ പറയും വേറൊരു സിറമോ വേറൊരു ക്രീമോ കാരണമാണ് എൻ്റെ സ്കിന്ന് ക്ലിയർ ആയത്, അല്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ വി ഹവ് സീൻ ദിസ് അല്ലേ, കുറേ പ്രാവശ്യം നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് സംവെയർ ഡൗൺ ദ ലൈൻ പീപ്പിൾ ഹാവ് ഓൾസോ സ്റ്റോപ്ഡ് really looking at influencers in that sense, and then people need content that is more genuine, that is more real. And അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും ക്യാമറ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ ഒരു ഇത് തോന്നിയത്. ബിക്കോസ് ഇത് ഞാൻ ഒരിക്കലും ഇത് ചെയ്യണത് എനിക്ക് ഇങ്ങനെ വലിയ ബ്രാൻഡ് ഡീൽസ് കിട്ടുമെന്നോ അതോ ഇതോ എന്നൊന്നും വിചാരിച്ചിട്ടല്ല. വളരെ ജെനുവിനായിട്ട് എൻ്റെ ലൈഫ് ഷെയർ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ എന്താണോ ജീവിതം അത് ആൾക്കാരോട് ഷെയർ ചെയ്യുക, സംസാരിക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് അതിൻ്റെ ഒരു ബേസിസിലാണ് ഇത് ചെയ്തു തുടങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെയൊക്കെ ഇത് നിർത്താനുള്ള കാരണം ഞാൻ മാത്രമല്ല, എനിക്കറിയണ കുറേ യൂട്യൂബേഴ്സ് ഈ ഒരു സാച്ചുറേഷൻ എത്തിയിട്ട്, ദാറ്റ് ഈസ് കോണ്ടൻറ്റ് സാച്ചുറേഷൻ എത്തിയിട്ട് ഇതൊക്കെ ചെയ്യണത് നിർത്തിയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സിനെ എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. പക്ഷേ ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് കമ്മിങ് ബാക്ക് ടു ദാറ്റ് ഒറിജിനൽ ഒത്തൻറ്റിക് വോയിസസ്, because that is so important. ഇപ്പോഴത്തെ കാലത്ത് this authenticity is very rare. ആൾക്കാർ വളരെ മിക്ക ആൾക്കാരും they are paid. സിനിമയുടെ റിവ്യൂ തൊട്ടിട്ട് പ്രോഡക്റ്റ് റിവ്യൂ തൊട്ടിട്ട് ഒരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ ആണെങ്കിലും എല്ലാ കാര്യത്തിലും പൈസ ഇൻവോൾവ് ആണ്. ബുക്സിൻ്റെ റിവ്യൂസ് ആണെങ്കിലും ഒക്കെ എല്ലാത്തിലും പൈസ ഇൻവോൾവ് ആണ്. ആൻഡ് അതുകൊണ്ട് ദർ ഇസ് നോ ഒത്തൻറ്റിസിറ്റി ടു എ ലോട്ട് ഓഫ് ദി കോണ്ടൻറ്റ്. ഒബ്വിയസ്ലി പൈസ വേണം ആൾക്കാർക്ക് ജീവിക്കണമെങ്കിൽ. ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ വേറെ എന്താ നിവൃത്തി? അവർക്ക് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ദിസ് ഇസ് ദി ഓൺലി വേ ദേ ക്യാൻ ആക്ച്വലി ഗെറ്റ് മണി, അല്ലേ? അപ്പോൾ ഇറ്റ് മേക്സ് സെൻസ് ദാറ്റ് ദേ വോണ്ട് ടു ഡു ഇറ്റ്. പക്ഷേ that is not why it worked in the first place. So I'm happy that we are kind of going back to that original YouTube setup where people are trying to find more authentic voices. എല്ലാവരുടെയും ഒരു ടെംപ്ലേറ്റ് പോലെ എല്ലാവരുടെയും വീഡിയോസ് ഒരുപോലെ ഇരിക്കുന്നു, തംബ്നെയിൽസ് ഒരുപോലെ ഇരിക്കുന്നു. നമ്മുടെ അറ്റ്ലീസ്റ്റ് അങ്ങനെ ആവാതിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്താലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു മാർക്കറ്റിൽ, അല്ലെങ്കിൽ യൂട്യൂബ് എന്ന ഒരു
ഇതിനകത്ത് ഒരു വോട്ടെക്സ് പോലെ അല്ലേ, ഹൗ ഡു യു ഗെറ്റ് ഡിസ്കവേർഡ്. ഇപ്പം എനിക്കിപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സായിട്ട് കുറേ കാലമായി. ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ഓൾ 1300 ഓഫ് യു ഹു ഹവ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കാരണം ഞാൻ ഇത്രയും പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളത് പോലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. സോ ഇപ്പോഴും ഇത് കാണുന്ന ആൾക്കാർ, എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരും അത് ലൈക്ക് ചെയ്യണ ആൾക്കാരും ഒക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ആൻഡ് I am going to continue this journey. I'm going to record my daily life, what is happening in my daily life, and have these kind of chit chats with you, because I think that I'm ready to do it again. Like എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തരം മടുപ്പും അതൊക്കെ കുറച്ച് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി ബിക്കോസ് I've been seeing that YouTube is changing as well. So I hope that you also find some interesting content when you visit my channel, and I hope that you find it relatable enough to subscribe and to become a part of this community. ഞാനൊരു കാര്യം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇപ്പോൾ ഈ ഒരു വ്യൂവിൽ കാണിക്കുന്നത്. ഞാൻ എൻ്റെ കബോർഡ് ഓർഗനൈസറായിട്ട്, ഇത് ബാഗ് ഓർഗനൈസറാണ്. തൽക്കാലം ഞാനതിങ്ങനെ തൂക്കിയിട്ടിട്ടേ ഉള്ളൂ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് ദിസ് ഇസ് ദ മോസ്റ്റ് successful way of using this or productive way of using this, because എനിക്ക് എൻ്റെ കബോർഡിൽ നിന്ന് എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ ഇത് എപ്പോഴും ഈ ബാഗ് നീക്കിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ what I wanted to show you was actually this. ഈ കബോർഡിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സ്പേസ് ഉണ്ട് വെച്ചാലും സാധനങ്ങൾ നിങ്ങൾക്ക് മര്യാദയ്ക്ക് വെക്കാൻ പറ്റില്ല. തിങ്സ് വിൽ കീപ് റോളിങ് ഓഫ് ഫ്രം ദിസ്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഷെൽഫ്സ് പോലത്തെ മേക്ക് ഷിഫ്റ്റ് ഷെൽഫ്സാണ്. അത് ഇങ്ങനത്തെ ഇത് കണ്ടുപിടിച്ചു. ആമസോണിലുള്ളതാണിത് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഹോപ്പ്ഫുള്ളി ഓർത്ത് ഞാൻ ഇടാം. പക്ഷേ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്ലോത്ത്സൊക്കെ വെക്കാനായിട്ട്. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് നിങ്ങൾക്കിത് ഡ്രോ പോലെ ഇങ്ങനെ തുറന്നിട്ട് യു ക്യാൻ ജസ്റ്റ് ടേക്ക് വാട്ട് യു വോണ്ട് ആൻഡ് സെറ്റ് ഇറ്റ് അപ്പ്. സോ എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം ആഫ്റ്റർ എ ലോങ് ടൈം, ആഫ്റ്റർ ട്രൈങ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ്, ഇതാണ് ഫൈനലി എനിക്ക് എൻ്റെ ക്ലോത്ത്സ് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് സ്റ്റേഡിയാണ്, കുറച്ച് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ സ്റ്റേഡി ആൻഡ് യു ക്യാൻ കീപ്പ് എ ലോട്ട് ഓഫ് യുവർ ക്ലോത്ത്സ് ഇൻസൈഡ് ദാറ്റ്. നീറ്റായിട്ട് മടക്കി വെക്കാൻ നല്ലൊരു സാധനമാണെന്ന് എനിക്ക് തോന്നി.